നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓർക്കാപ്പുറത്ത് ഇയാളെ കണ്ടപ്പോ ഞാൻ ശരിക്കും ഭയന്ന് വിറച്ചുപോയി. ഇയാളെ എവിടുന്ന് കിട്ടി? അതൊക്കെ കണ്ടുപിടിച്ചു. പിന്നെ ഇയാളെ പോലെയുള്ളവരല്ലേ ഈ ജോലിക്ക് വേണ്ടത്. രൂപ അങ്ങനെ ആയിപ്പോയിന്ന് വെച്ച് അയാൾക്കും ജീവിക്കേണ്ട വർഷേ. അത് വേണം. സഹാനുഭൂതിയും അനുകമ്പയും ഒക്കെ ആണല്ലോ വിക്രമേട്ടന്റെ കൈമുതൽ. അതല്ല, ചില സമാനതകളുണ്ട്. സമാനതയോ? അതെന്താ? അയാളും എന്നെ പോലെ തന്നെ ഒരു അനാഥന. അതുകൊണ്ടാണ് അയാളെ ജോലിക്ക് വെച്ചത്. എന്താ ഇങ്ങനെ? ഇന്നലെ വരെ വിക്രമേട്ടൻ അനാഥനായിരിക്കും. പക്ഷെ ഇന്നങ്ങനെ പറഞ്ഞ എനിക്ക് വിഷമാവും. ഓ സോറി, ഇന്ന് ഞാൻ ആരുമില്ലാത്ത ആളല്ല. എനിക്ക് എല്ലാമായൊരു പെണ്ണുണ്ട്. സ്വന്തമായിട്ട് വീടിനകത്തേക്ക് കയറാൻ വർഷം ഒറ്റയ്ക്ക് വിട്ടത് എന്റെ തെറ്റാ. സോറി. ഒഴിവാക്കാൻ പറ്റാത്തൊരു കോളായിരുന്നതുകൊണ്ടാ. ഇനി നമുക്ക് ഒരുമിച്ച് അകത്തേക്ക് കയറാം. കമോൺ വർഷ. ആ പിന്നെ വർഷ എന്നെ എന്താ വിളിച്ചത്? ഏട്ടാന്ന്. നൈസ്. എനിക്കത് ഇഷ്ടായി. എന്താ ഇത്? വീടിന്റെ വാതിൽ വരെ ഇങ്ങനെ ഞാൻ എടുക്കും. അയാള് നോക്കുന്നു. ഡ്രൈവർ നോക്കുന്നു. നോക്കട്ടെ. ഇനി മുതല് നീ എന്റെ പെണ്ണ, ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ്. ഇപ്പൊ പേടിയൊക്കെ മാറിയോ? മാറി. വർഷ, ഇഷ്ടപ്പെട്ടോ? വീടാണോ? എല്ലാം. ഇനി ഇതിന്റെ എല്ലാ ഉടമ നീയാ. ഇതിന്റെ മാത്രമല്ല, എന്റെ ഹൃദയത്തിന്റെ. വർഷ അന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. പ്രണയത്തിന് 2 ഘട്ടങ്ങളുണ്ടെന്ന്. താലി കെട്ടിയതിന് മുൻപും താലി കെട്ടിയതിന് ശേഷവും. അങ്ങനെ നമ്മൾ പ്രണയത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വിവാഹശേഷമുള്ള പ്രണയത്തിലേക്ക്. ഞാനിന്ന് വെറുതെ പറഞ്ഞതാ. അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവര് പറയുന്നത് മറക്കാനുള്ളതല്ലോ. ഒരാളെ കാണുക, ഇഷ്ടപ്പെടുക, സ്വന്തമാക്കാൻ തോന്നുക. സ്വന്തമാക്കിയ ശേഷവും ഓരോ സെക്കൻഡിലും ഇഷ്ടം ഇങ്ങനെ കൂടിക്കൂടി വരിക. അതൊരു പ്രത്യേക വൈബ. അതിന്റെ ഒരു ത്രില്ലിലാ ഞാൻ. ഇനി മുതൽ വിവാഹത്തിന് ശേഷമുള്ള പ്രണയം അത് ആസ്വദിക്കണം എനിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.